ഈ പറഞ്ഞ സാമർഥ്യമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരാൾ കണ്ടാലും മനസ്സിലാവണം. എന്നാൽ ISRO ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ കണ്ടാലും മനസ്സിലാവണം. ഈവൻ ഇഫ് വിഷയം ISRO ആണെങ്കിൽ പോലും. ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് വീഡിയോയുടെ സമയത്ത് സാറിന് ആ ഒരു സാർ വിചാരിച്ചു ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നു? അതിനൊട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ എല്ലാവരും ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ഒരു സാധനം ചെയ്തു എന്നുള്ളല്ലാതെ അതിനെ ആൾക്കാർ ഇഷ്ടപ്പെടുമെന്നും ആദ്യത്തെ എപ്പിസോഡൊന്നും അങ്ങനെ ഒരു ട്രാക്ഷനൊന്നും തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ എപ്പിസോഡിനും കാര്യമായിട്ടുള്ള ട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. ഒരു 5-6 എപ്പിസോഡ് വരെയൊന്നും സാധനം അനങ്ങിയിട്ടില്ല ആക്ച്വലി. പക്ഷെ അതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് മാർക്കറ്റിനെ നിരീക്ഷിക്കുന്നതുകൊണ്ട് എന്താണ് ഓടാൻ പോകുന്നത് നമുക്ക് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി ഈ സമയത്ത് ഇന്ന വിഷയം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്നയാളെ കുറിച്ചൊരു വീഡിയോ ചെയ്താൽ ആൾക്കാർ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലെന്ത് ചെയ്യാം? അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള വീഡിയോസ് എന്തൊക്കെയാണ്, അതിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇനി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇയാളെ പറ്റി വേറെ എന്തൊക്കെ വിവരങ്ങളാണ് നെറ്റിലുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. നെറ്റിൽ മാത്രമല്ല പുസ്തകങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾക്ക് എപ്പോഴും ട്രിവിയ, അനക്ഡോട്ടൽ ഇൻസിഡൻസ്, അതിൽ നിന്നുള്ള ഇൻസൈറ്റ് ഇതൊക്കെ താല്പര്യമാണ്. അപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയാം. സാധാരണക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരുള്ളത്. നമ്മൾ വളരെ ഹൈഫൈ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മിഡിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നതും എന്നാൽ അതേസമയത്ത് ക്വാളിറ്റി ലോസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വല്ലാത്ത വേദ ഒരേപോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാമർഥ്യമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരാൾ കണ്ടാലും മനസ്സിലാവണം. എന്നാൽ ISRO ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ കണ്ടാലും മനസ്സിലാവണം. ഈവൻ ഇഫ് വിഷയം ISRO ആണെങ്കിൽ പോലും, അതേ വിഷയമാണെങ്കിൽ പോലും സാധാരണക്കാരന് മനസ്സിലാവണം. ഞാനിപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ എപ്പിസോഡ് ചെയ്തിട്ട് അതിൽ ടൈം ഡയലേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ടൈം ഡയലേഷനെ പറ്റി ഒരു സാധാരണ നാട്ടുപുറത്തുകാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്നുള്ള ചലഞ്ചിങ് ആക്ച്വലി ആ പറഞ്ഞ കൺസെപ്റ്റ്. അപ്പോൾ അത് ഒരു ചലഞ്ചിങ് ജോബാണ്. ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. സോ ഫാർ സോ ഗുഡ്.